സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ബീ പോളൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ തേനീച്ചയുടെ പൂമ്പൊടിയാണ് സംഭവം. അപ്പോൾ ഇതൊരു ഹംഗ്രി ഹിൽ ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാംകാരുടെയാണ്. അപ്പോൾ അതിൽ അവർ ബീ പോളൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ഫ്രഷ് ബീ പോളൻ. അപ്പോൾ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് മിനറൽസ്, പിന്നെ പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, വിറ്റാമിൻസ് BCE എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നേച്ചേഴ്സ് സൂപ്പർ ഫുഡ് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യണ എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ വെക്കാം. പിന്നെ തുറക്കാത്ത ബോട്ടിലാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് 1 കൊല്ലം വരെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കുന്ന ഇത് പല കളറിലുള്ളതുണ്ട് കേട്ടോ. ഓഫ് വൈറ്റ് കളറിലുള്ളതുണ്ട്, ബ്രൗൺ കളറിലുള്ളതുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബീ പോളനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സാധനമല്ല. ചിലവർക്ക് ഇത് അലർജി ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 തരി എടുത്തിട്ട് കഴിച്ച് നോക്കുക. 2-3 ദിവസം കഴിച്ചിട്ടും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാം, സ്ഥിരമായിട്ട് കഴിക്കാം. പിന്നെ ഇത് മേടിക്കുമ്പോൾ വേറെ ശ്രദ്ധിക്കാനുള്ളത്, പെസ്റ്റിസൈഡ് ഫ്രീ ആണോ എന്ന് ശ്രദ്ധിക്കുക. ചില ഫാമിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗലൊക്കെയാണ്. പിന്നെ പറയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒന്നാമതൊരു ഒരു കിലേറ്റിംഗ് ഏജൻ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറഞ്ഞിട്ട് ഗോഡ് മോളിക്യൂൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഗോഡ് മോളിക്യൂൾ എന്നാണ് അതിന് പറയുന്നത്, ഗ്ലൂക്കോസ് ഓക്സിഡൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അലൂമിനിയമായിട്ടും GO ഒക്കെ ആയിട്ടും ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുമെന്നാണ്, പുറന്തള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലെ ചില ലാബുകളിൽ അവർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും എക്കോ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിലേറ്റർ ആണെന്ന് പറയുന്നതിനുള്ള സ്റ്റഡീസൊക്കെ ഉണ്ട്, പിയർ റിവ്യൂഡ് സ്റ്റഡീസൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ, അതിൻ്റെ സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഡോസേജ് പറയണത് 1000 milligram പെർ ഡേ എന്ന് പറഞ്ഞാൽ 1 gram പെർ ഡേ എന്നാണ് പറയണത്. പക്ഷേ എല്ലാവരും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഫിസിഷ്യനെ, ഒരു നാച്ചുറോപ്പത്തിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുക. അതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യവശാലോ സമ്മർദ്ദവശാലോ മെറ്റൽസോ അലൂമിനിയോ അത് GO ഒക്കെ നമ്മുടെ ശരീരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കുക, വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ, അറിയാവുന്നുണ്ടെങ്കിൽ അവിടെ മേടിക്കുക. അല്ലെങ്കിൽ നല്ല ഫാമിൽ പോയിട്ട് മേടിക്കുക, ഫാമുകാരുടെ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചില വൈദ്യന്മാരൊക്കെ ഇത് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബീ പോളിനെ പറ്റി പറയാനുള്ള വിശേഷങ്ങൾ. ഓക്കെ.